സോ ഗൈസ്, നമ്മൾക്ക് സ്പ്ലെൻഡറാണുള്ളത്. സ്പ്ലെൻഡർ എങ്ങനെ പെർഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. എടാ 2 കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ട് ഫാൻ കറങ്ങുന്നടാ. ആ നല്ല ആംബിയൻസ് അല്ലേ? അതെ അതെ. അഭിരാം ഇവൻ്റെ കൂടെ ഒന്നും നടക്കണ്ട കേട്ടോ, ചീത്തയാ. ഗൈസ്, അങ്ങനെ നമ്മളിവിടെ വന്നത് കഴിഞ്ഞ വർഷമാണ്. കഴിഞ്ഞ വർഷം മഴക്കാലത്താണ്, പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇപ്പം സ്ഥലത്തിന് ഇപ്പോഴും മാറ്റമൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് എന്താ പറയുക, കാടിൻ്റെ ഇരുട്ട് കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. നമ്മളിന്ന് രാവിലെ 7 മണിക്ക് ഇറങ്ങാൻ വേണ്ടി നിന്നതാണ്. ഞാനാണ് ലേറ്റാക്കിയത്. ആസ് യൂഷ്വൽ നമ്മുടെ റൈഡ് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചാലും എങ്ങനെയെങ്കിലും ലേറ്റാവും. എൻ്റെ വീട്ടിൽ നിന്ന് അത്ര പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമല്ല ഇത്, കുറച്ച് ദൂരെയാണ്. പക്ഷെ എന്നാലും എത്ര തവണ വന്നാലും നമുക്ക് മടുക്കാത്തൊരു സ്ഥലമാണ്. നമ്മുടെ ടയർ ഭയങ്കര മോശം അവസ്ഥയിലാണുള്ളത്, ബാക്ക് ടയർ. പണി കിട്ടുമെന്നറിയില്ല. കുറേ മുന്നേ വന്നുകൊണ്ട് റോഡൊക്കെ മറന്നുപോയി. ഹോപ്പ്ഫുള്ളി ഇത് തന്നെ ആയിരിക്കണം. യെസ്, ഇത് തന്നെയാണ്. യെസ്, എക്സ്പൾസ് ഓണായി. നിർത്തിയാൽ കയറൂല, ബാക്ക് ഇറങ്ങേണ്ടി വരും, അല്ല തള്ളണം. അവിടെ ബ്ലോക്കായി കിടക്കുന്നില്ലേ മരം? അതെയോ അതെയോ, കുഴപ്പമില്ലല്ലോ പോകുന്നതിന്. ഓക്കെ. ആ ആ അതേ ഉള്ളൂ അല്ലേ? എന്നാൽ പോയിക്കോട്ടെ. കാല് സ്ലിപ്പായിട്ട് ബ്രേക്ക് ലിവറിൽ ചവിട്ടിപ്പോയി. കഴിഞ്ഞ തവണ മഴ പെയ്തപ്പോൾ നമ്മൾ പെട്ടുപോയ സ്ഥലമാണിത്. ഗൈസ്, ഇതാണ് മൊത്തം സ്റ്റീപ്പാണേ. നമ്മളന്ന് വന്നപ്പോൾ പാറയ്ക്ക് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. മൊത്തം കോടയായിരുന്നു മഴ പെയ്തിട്ട്. അതുപോലെ തന്നെ 2-3 സ്ഥലത്ത് മരവും മുള്ളൊക്കെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായും ഞങ്ങൾ പാറയും മുള്ളൊക്കെ മാറ്റി അവിടെ എത്തി. അപ്പോഴാണ് വലിയൊരു മരം ബ്ലോക്കായി കിടക്കുന്നുണ്ട്. അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ തിരിച്ചു വന്നതാണ്. തിരിച്ചു വരുമ്പോഴേക്ക് റോഡിൽ മൊത്തം മുറിവായിരുന്നു. ഇന്ന് JCB കൊണ്ടുവന്ന് അത് മുഴുവൻ റെഡിയാക്കി എന്നാണ് ഇവർ പറഞ്ഞത്. ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു. ആ മരം നമുക്ക് മുറിച്ച് മാറ്റാൻ പറ്റും. അതൊക്കെ അറിയത്തില്ല.
പോയിക്കോ, മുമ്പ് പോയിക്കോ കേട്ടോ. കിടക്കി കിടക്കുന്ന മണ്ണാണ്, മണൽ പോലുള്ള മണ്ണാണ് കേട്ടോ. പിന്നെ കേരള ആണ്. സ്പ്ലെൻഡറങ്ങെത്തി. Okay. എടാ രണ്ടാൾ പിടിക്കേണ്ടി വരുവാ. രണ്ടാൾ തള്ളേണ്ടി വരും. ഓഫായിക്കോ, എന്നിട്ട് അത് കയറ്റാം. ഏത് ഇത് കയറ്റാം, എന്നിട്ട് അത് കയറ്റാം. ഒറ്റത്തള്ളു. എടാ ഫാൻ കറങ്ങുന്നടാ. എടാ 2 കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ട് ഫാൻ കറങ്ങുന്നടാ. മോനെ 2 കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ടാ ഫാൻ ഇറങ്ങുന്നത്. ഞാൻ ഇതുവരെ കേട്ടില്ല ഫാൻ്റെ സൗണ്ട്. എടാ അങ്ങോട്ട് പോകണ്ട് നോക്കണം കേട്ടാ. ആ ഇവിടെ ഒരു വലിയ മരം വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ആ അതുകൊണ്ട് ഇങ്ങോട്ട് കയറ്റാൻ പറ്റാ നമുക്ക്. ഓഫ് റോഡാണ്, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഗൈസ് വേറെ ലെവലാണ്. വീഡിയോ കിട്ടിയത് അതെങ്ങനെ പബ്ലിഷ് ആക്കിയാൽ നീ തീർന്ന്. ഓ എക്സ്പൾസിന് ഇതൊക്കെ എന്ത്. സ്പ്ലെൻഡർ ആദ്യം കയറിയത്, അത് വേറെ കാര്യം. ടയറും ഇല്ലല്ലോടാ, പോരാത്തിന് നല്ല വെയിറ്റും.
കേറുന്നില്ലടാ. ആ കിണറതാ, ഇവിടെയുണ്ട് കിണർ. പിന്നെ തള്ളണ്ടേ? ആ കൊടിമണ്ണൊരു ടാസ്ക് തന്നെയാണ്. ടയർ തീരെ ഗ്രിപ്പില്ലടാ. അല്ല ഗ്രിപ്പ് തീരെ പോയി, ഏടും കയറുന്നില്ല. തീരില്ല. എടാ അവനവിടെ കയറ്റിയാ. സോ ഗൈസ്, നമ്മൾക്ക് സ്പ്ലെൻഡറാണുള്ളത്. സ്പ്ലെൻഡർ എങ്ങനെ പെർഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഓ ഇത് മുഴുവൻ ബാക്കോട്ടാണല്ലോ അല്ലേ. ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ ശരിക്കും. ഞാനിനി ഓഫ് റോഡ് പോകാൻ വല്ല സ്പ്ലെൻഡർ എടുക്കാൻ പോവാണ്. ഇത് ഇത്രയും സിമ്പിളാണ്. ഇത് ഭയങ്കര സിമ്പിളാടാ. ഇതാ സുഖം. ഓഫ് റോഡ് പോകാൻ ഇതാ സുഖം. ഇത് സിമ്പിളായി കയറുന്നുണ്ട്. ഗൈസ് സെറ്റാണ്. നമുക്ക് ക്യാമറ ഒന്ന് പവർ സേവിങ് മോഡിലിടാം. ഇനി അങ്ങോട്ട് ചിലപ്പോൾ ക്വാളിറ്റി കുറച്ച് കുറവായിരിക്കും കേട്ടോ. ഗൈസ് ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ,
ഈ റോഡ് ഇത്രത്തോളം സ്റ്റീപ്പാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ക്യാമറയിൽ. ഇതാ അങ്ങോട്ട് നമ്മൾ കയറിപ്പോകേണ്ട വഴിയാണത്. അതിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഹാർഡായിട്ട് തോന്നുന്നുണ്ടാവും. നിങ്ങൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഡബിൾ ഹാർഡാണത്. ഗ്യാപ്പിട്ട് കയറിക്കോ. ഇനി നമുക്ക് കയറാം. ഗൈസ്, പക്കാ വൈബ്. എന്നാ കാണിച്ചത് ഇപ്പോ? ആ ചെയ്തോ ചെയ്തോ. വേണ്ട. അപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ചു പോവാണ്. കാരണം കുറച്ചും കൂടെ അങ്ങോട്ട് പോയപ്പോൾ ഫോറസ്റ്റിൻ്റെ ഒരു ഫെൻസിങ് കണ്ടു. കാട്ടിലേക്ക് അതിക്രമിച്ച് കിടക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് തിരിക്കുകയാണ്. അപ്പോൾ ഇവിടം വരെ അത്യാവശ്യം ജനവാസ മേഖലയാണ്, ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ശരിയാവുമെന്ന് തോന്നുന്നില്ല. പക്ഷേ പ്രത്യേകിച്ച് ബോർഡൊന്നുമില്ല അവിടെ, അതുകൊണ്ട് ഞങ്ങൾ അത് കടന്നില്ല. എന്തായാലും ഇങ്ങോട്ടേക്കുള്ള വഴി ഞാൻ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇങ്ങോട്ടേക്ക് ആരും വരണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. മേലെ ഫോറസ്റ്റാണ്. പിന്നെ ചിലർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫോറസ്റ്റിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബെറ്റർ നോട്ട് ടേക്ക് എനി റിസ്ക്. അപ്പോൾ നമ്മുടെ ക്യാമറയുടെ ചാർജും കഴിഞ്ഞു. അതെയോ? ആ അതെയോ? ആ എന്നാ ഓക്കെ ഏട്ടാ. ശരി, ഇതിലെടുക്കാം. പോകുമ്പോൾ ആ ഇല്ല, കഴിഞ്ഞ് ഇതിൽ പോവാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.